ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2ാം ക്ലാസ്സിലെ ഉത്കൃതനം 1ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. 2023-24 വർഷത്തെ അഥവാ ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്നാലും നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. 1ാമത്തെ പ്രവർത്തനം കുഞ്ഞുറുമ്പിൻ്റെ യാത്ര എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഒരു കുഞ്ഞു കവിത തന്നിട്ടുണ്ട് അല്ലേ. തെളിഞ്ഞ ആകാശം, കാട്ടിലെ കാഴ്ചകൾ കാണണം, കുഞ്ഞുറുമ്പിന് മോഹം എന്ന ഒരു കവിത തന്നിട്ടുണ്ട്. അപ്പോൾ ആ കവിത വീണ്ടും കുറച്ച് ലൈനും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നോക്കുന്നത്. 1ാമത്തെ ക്വസ്റ്റ്യൻ, കുഞ്ഞുറുമ്പിൻ്റെ മോഹം എന്തായിരുന്നു? കാട്ടിലെ കാഴ്ചകൾ കാണണം എന്നുള്ളതായിരുന്നു കുഞ്ഞുറുമ്പിൻ്റെ മോഹം. ഇനി ഇലത്തുമ്പുകൾ ഇളകിയാടിയത് എപ്പോഴാണ്? ഇളം കാറ്റ് വീശിയപ്പോഴാണ്. 3ാമത്തെ ചോദ്യം, പുൽക്കൊടിയിൽ തിളങ്ങുന്നത് എന്തായിരുന്നു? മഞ്ഞുതുള്ളിയായിരുന്നു. 4, പുഴയിൽ വീണ കുഞ്ഞുറുമ്പ് രക്ഷപ്പെട്ടതെങ്ങനെ? ഇലയിൽ കയറിയാണ് രക്ഷപ്പെട്ടത്. പുഴയിൽ വീണ കുഞ്ഞുറുമ്പ് രക്ഷപ്പെട്ടത്. 5, മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്നത് എന്തായിരുന്നു? മലനിരകളാണ് മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്നത്. ഓക്കെ, മലനിരകൾ. ഇനി 2ാമത്തെ പ്രവർത്തനം, കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ. കുഞ്ഞുറുമ്പ് പുഴയിലൂടെ യാത്ര തുടർന്നു. കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ ചേർത്ത് വിവരണം തയ്യാറാക്കൂ. ചുരുങ്ങിയത് 5 വാക്യങ്ങൾ വേണം. അപ്പോൾ പുഴയിലൂടെയാണ് കുഞ്ഞുറുമ്പ് നീങ്ങുന്നത്. അപ്പോൾ എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും? പുഴയിൽ നിറയെ വെള്ളം കണ്ടിട്ടുണ്ടാവും. പുഴയിൽ നിറയെ മീനുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ മീനുകളെ വലവീശി പിടിക്കുന്ന മീൻപിടുത്തക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ പുഴയിൽ അലക്കുകയും കുളിക്കുകയും ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടായിരിക്കും. പുഴയുടെ ആ ഒരു മനോഹരമായ ഭംഗി ആസ്വദിച്ചു കൊണ്ടായിരിക്കും കുഞ്ഞനുറുമ്പ് യാത്ര തുടർന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള 5 വാക്കുകളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇതാണ് ആ ഒരു കുഞ്ഞനുറുമ്പ് പോയ ആ ഒരു പുഴയുടെ തീരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടത് നിങ്ങൾക്ക് എഴുതാം. ഇനി പ്രവർത്തനം 3 വിത്തുകൾ എത്ര? പച്ചക്കറി തോട്ടം നിർമ്മിക്കുന്നതിനായി ഓരോ ക്ലാസ്സിലേക്കും നൽകിയ പയർ വിത്തുകളുടെ എണ്ണം നോക്കൂ. 1ാം ക്ലാസ്സിൽ 100ൻ്റെ പാക്കറ്റ്, 10ൻ്റെ 2 പാക്കറ്റ്, ഒന്നുകളുടെ 1, 2, 3, 4, 5, 6 പാക്കറ്റുകളാണ്. അപ്പോൾ 100 2 10 ആവുമ്പോൾ 20. 100 + 20 120. പിന്നെ 6 + 6 126. ഓക്കെ, 2ാം ക്ലാസ് നോക്കൂ. 100ൻ്റെ 1 പാക്കറ്റാണ്, പിന്നെ 1ൻ്റെ 3 പാക്കറ്റാണ്. അപ്പോൾ 100 + 3 103. ഇനി 3ാമത്തെ നോക്കൂ. 100ൻ്റെ 1 പാക്കറ്റും 10ൻ്റെ 1, 2, 3, 4, 5, 6, 7, 8, 9 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ 9 പാക്കറ്റ് എന്ന് പറയുമ്പോൾ 10 × 9 90. അപ്പോൾ ഇവിടെ എത്രയായി? 100 + 90 190. ഇനി 1ൻ്റെ 5 പാക്കറ്റുകളുണ്ട്. അപ്പോൾ അവിടെ 195. ഇനി കിട്ടിയ വിത്തുകളുടെ എണ്ണത്തെ ആരോഹണ ക്രമത്തിൽ എഴുതൂ. 103, 126, 147, 195. ഓക്കെ, 147 കിട്ടിയിട്ടുണ്ട്. അത് ക്ലാസ് 3യിലാണ്. ഇനി പ്രവർത്തനം 4, ചെടികൾ പലവിധം. കിഴങ്ങു നട്ടാൽ മുളച്ചിടും, ഇലയിൽ വെള്ളം നിൽക്കില്ല, ഗുണവും രുചിയും എനിക്കുണ്ട്, ഞാനാരെന്ന് ചൊല്ലാമോ? ആരാണ്? ചേമ്പ്. ഇലയിലില നീളനില, ഊണ് വിളമ്പാം അടയുണ്ടാക്കാം, മഴയിൽ ചൂടി നടന്നിടാം, ഇലയിൽ കേമൻ ഞാനാര്? ആരാണത്? വാഴയില. ഓക്കെ, അത് വാഴയിലയാണ് ഉത്തരം. ഇനി വിത്ത് മുളച്ചുണ്ടാകുന്ന 3 ചെടികളുടെ പേരെഴുതൂ. ഏതൊക്കെ എഴുതാം? ചീര, മുളക്, പയറ്, മത്ത, കുമ്പളം എന്നിവയെല്ലാം വിത്ത് മുളച്ചാണ് ഉണ്ടാകുന്നത്. ഇനി അടുത്തത് പ്രവർത്തനം 5, കലണ്ടർ നോക്കി പറയാം. 2024 ജനുവരി മാസത്തെ കലണ്ടറിൽ വിട്ടുപോയ തീയതികൾ പൂരിപ്പിക്കൂ. ഇവിടെ 21, 22 കഴിഞ്ഞാൽ 2 നമ്പർ മിസ്സിംഗ് ആണ്. ഏതാണ്? 23, 24. അത് കഴിഞ്ഞാൽ വരുന്നത് 28, 29 കഴിഞ്ഞാൽ 2 എണ്ണം മിസ്സിംഗ് ആണത് 30, 31. ജനുവരി മാസത്തിൽ ആകെ എത്ര ദിവസങ്ങളുണ്ട്? എത്രയാണ്? ഇത് ജനുവരി മാസത്തിലെ കലണ്ടറാണ്. ഇവിടെ 31 ദിവസമാണുള്ളത്. ഇനി 2024 ജനുവരി 1 തിങ്കളാഴ്ചയാണ് എങ്കിൽ 2023 ഡിസംബർ 28 ഏത് ദിവസമായിരിക്കും? വ്യാഴാഴ്ചയായിരിക്കും. ഇനി 2024 ജനുവരി മാസത്തിൽ എത്ര ശനിയാഴ്ചകളുണ്ട്? ശനിയാഴ്ച വരുന്ന തീയതികൾ എഴുതും. 2024 ജനുവരി മാസത്തിലാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശനിയാഴ്ച വരുന്ന ദിവസം എന്ന് പറയുന്നത്? 4 ശനിയാഴ്ചയാണ് അവിടെ ഉണ്ടാവുക. 1ാമത്തെ ശനിയാഴ്ച വരുന്നത് 6-നാണ്, പിന്നെ 13, പിന്നെ 20, 27. ഇങ്ങനെയാണ് ഓരോ ശനിയാഴ്ചകളും വരിക. അപ്പോൾ അവിടെ ആകെ 4 ശനിയാഴ്ചകളാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഉത്കൃതനം 1ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നാളെ ഉത്കൃതനം 2ാം ദിവസമാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഉടൻ തന്നെ. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ പഠിച്ച് എക്സാം എഴുതാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.